2022 തന്റെ 22-ാം വയസ്സുവരെ ആന്ദ്രെ ആർഹാമിന്റെ ജീവിതം സാധാരണമായിരുന്നു. സമപ്രായക്കാരായ സുഹൃത്തുക്കൾക്കൊപ്പം അയാൾ റഗ്ബിയും ഫുട്ബോളും റെസ്ലിംഗും കളിച്ചു. നോർവിച്ചിലെ കാർ വർക്ക്ഷോപ്പിൽ പാർട്ട് ടൈമായി ജോലി ചെയ്തു. എന്നാൽ കാര്യങ്ങൾ മാറിത്തുടങ്ങിയത് വളരെ പെട്ടെന്നായിരുന്നു. യാർഹാമിന്റെ നടത്തവും സംസാരവും വളരെ സാവധാനത്തിലാകാൻ തുടങ്ങി. മറവി കൂടിക്കൂടി വന്നു. പലപ്പോഴും സംസാരങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. അശ്രദ്ധയും കൂടുതലായി. സ്വഭാവത്തിൽ പ്രകടമായ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയതോടെ വീട്ടുകാർ യാർഹാമിനെ വിദഗ്ധ പരിശോധനകൾക്കായി ആശുപത്രിയിൽ കൊണ്ടുപോയി. അവിടെയെടുത്ത MRI സ്കാനിങ്ങിൽ കണ്ടെത്തിയത് ഞെട്ടിക്കുന്ന വിവരമായിരുന്നു. 23 വയസ്സ് തികയാൻ പോകുന്ന യാർഹാമിന്റെ തലച്ചോർ ഒരു 70 വയസ്സുകാരൻ്റെതിന് സമാനമായി മാറിക്കഴിഞ്ഞിരുന്നു. UK-യിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഡിമെൻഷ്യ രോഗി എന്നാണ് പിന്നീട് ആന്ദ്രെ ആർഹാം അറിയപ്പെട്ടത്. പ്രോട്ടീൻ മ്യൂട്ടേഷൻ നിമിത്തം 45 വയസ്സിനും 65 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരെ ബാധിക്കുന്ന ഗുരുതരമായ മറവി രോഗമാണ് FTD എന്നറിയപ്പെടുന്ന ഫ്രണ്ടോ ടെമ്പറൽ ഡിമെൻഷ്യ. UK-യിലെ ഡിമെൻഷ്യ രോഗികളിൽ 30-ൽ ഒരാൾക്ക് ബാധിക്കുന്ന രോഗമാണിത്. എന്നാൽ ഇത്രയും ചെറിയ പ്രായത്തിൽ ഇത് ഒരാളെ ബാധിക്കുന്നത് കേട്ടുകേൾവി ഇല്ലാത്തതാണ് എന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. രോഗം സ്ഥിരീകരിക്കപ്പെട്ടതോടെ യാർഹാമിന്റെ അവസ്ഥ അതിവേഗം മോശമായി. ഭക്ഷണം കഴിക്കാനും കുളിക്കാനും വസ്ത്രം മാറാനുമൊക്കെ അയാൾക്ക് അമ്മ സാമിനെ ആശ്രയിക്കേണ്ടി വന്നു. 23-ാമത്തെ വയസ്സിൽ സംസാരം പൂർണ്ണമായും നിലച്ചു. വല്ലപ്പോഴും പുറപ്പെടുവിക്കുന്ന ചില അപശബ്ദങ്ങൾ മാത്രമാണ് പിന്നീട് യാർഹാമിൽ നിന്നും കേട്ടത്. വൈകാതെ ചലനശേഷിയും കൈമോശം വന്നു. ഒരു ചായക്കപ്പ് പോലും പിടിക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഒട്ടും വൈകാതെ യാർഹാം വീൽചെയറിലായി. കഴിഞ്ഞ ഡിസംബറിൽ അണുബാധയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട യാർഹാം ഡിസംബർ 27-ന് മരണത്തെ പുൽകി. മരണാനന്തരം യാർഹാമിന്റെ മാതാപിതാക്കൾ അദ്ദേഹത്തിന്റെ തലച്ചോറ് വൈദ്യശാസ്ത്ര ഗവേഷണങ്ങൾക്കായി വിട്ടു നൽകി. തങ്ങൾക്കുണ്ടായ വേദന മറ്റൊരു കുടുംബത്തിനുണ്ടാകാതിരിക്കാൻ ഭാവിയിൽ ഇത് ഉപകരിക്കുമെങ്കിൽ അതായിരിക്കും മകന് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ പുണ്യമെന്നാണ് ആന്ദ്രയുടെ പിതാവ് അലിസ്റ്റർ യാർഹാമിന്റെ കാഴ്ചപ്പാട്.